ഹലോ എവരിവൺ. ലോൺലിനെസ് ആൻഡ് സോളിറ്റ്യൂഡ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇത് രണ്ടും, അല്ലെ? പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടു വാക്കിനും ഒരേ അർത്ഥം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്, അല്ലെ? ആ ഒരു ഇതിലാണ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോൺലിനെസ്സും സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ രണ്ട് കാര്യവും ഒന്നാണ്. അർത്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിന്റെയും അർത്ഥം പറയുന്നത് ഏകാന്തത എന്നാണ്. പക്ഷേ ആശയങ്ങളിൽ രണ്ട് വാക്കുകൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഏകാന്തത എന്നുള്ള അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന അതേ അർത്ഥം തന്നെയാണ്. പക്ഷേ ആ ഒരു ഏകാന്തത എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവസ്ഥയല്ല. പലപ്പോഴും നമുക്ക് ആരും നമ്മളോട് കൂടെ സമയം ചെലവഴിക്കാനില്ലാതെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരില്ലാതെ വരുമ്പോൾ, നമ്മളെ ഒഴിവാക്കി കഴിയുമ്പോൾ നമുക്കുണ്ടായി വരുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ്, ഒരു മാനസിക അവസ്ഥയാണ് ഈ ലോൺലിനെസ് അല്ലെങ്കിൽ ഏകാന്തത എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ പലപ്പോഴും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ലൈഫിൽ. നമ്മളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തെയൊക്കെ ഒരുപാട് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ലോൺലിനെസ് എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ സോളിറ്റ്യൂഡിലേക്ക് വരികയാണെങ്കിലും ഇതിന്റെയും അർത്ഥം നമ്മൾ നോക്കിയാൽ ഏകാന്തത എന്നാണ്. പക്ഷേ അർത്ഥം എന്ന് ഇത് പറയുമ്പോൾ ഈ ഒരു ഏകാന്തത എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കോൺഷ്യസ് ചോയ്സ് ആണ്. അതായത് കുറച്ചു നേരം തനിച്ചിരിക്കാൻ നമ്മൾ തന്നെ തീരുമാനിച്ച് മറ്റുള്ളവരുടെ പ്രസൻസ് ഒന്ന് മാറ്റി വെച്ച് നമ്മൾക്ക് വേണ്ടി ഒരു സമയം, ഒരു മീ ടൈം, എനിക്ക് വേണ്ടി, എന്നെ മനസ്സിലാക്കാൻ, എന്നെ കൂടുതലൊന്ന് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ സ്വയം തീരുമാനിച്ച് മാറ്റിവെക്കുന്ന ആ ഒരു സമയത്തെയാണ്, അല്ലെ ആ ഒരു സ്റ്റേറ്റ് ആണ് ഈ സോളിറ്റ്യൂഡ് കൊണ്ട് അർത്ഥമാക്കുന്ന ഏകാന്തത എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത്. ഈ സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ലൈഫിൽ. പലപ്പോഴും നമ്മളിൽ പലർക്കും ഒരല്പം സമയം തനിച്ചിരിക്കാൻ പറഞ്ഞാൽ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെ? ചില വ്യക്തികൾ പറയും, എനിക്ക് ശകലം സമയം പോലും ആരോട് സംസാരിക്കാൻ ഇല്ലാതെ ഇരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലല്ലാതെ ഇരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ സാധിക്കില്ല എന്ന്. ഇനി അങ്ങനെയുള്ള ആ വ്യക്തികളോട്, അല്ലെ ഇത് പറയുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരുടെ മറ്റുള്ള അവരുമായിട്ട് കൂടുതൽ ഇടപെടുന്ന ആളുകളെ കുറിച്ച് ചോദിച്ചാൽ അവരെ കുറിച്ച് അവർക്ക് എല്ലാം അറിയായിരിക്കും. ആ ആൾക്ക് ഇഷ്ടമുള്ള കാര്യം, ഇഷ്ടമുള്ള നിറം, ഫുഡ് എല്ലാം അറിയാം. എന്നാൽ നേരെ മറിച്ച് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കുറച്ച് കാര്യം, നിങ്ങൾക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്ത് പറയുമ്പോഴാണ് ദേഷ്യം വരുന്നത്, അല്ലെ നിങ്ങൾക്ക് എപ്പോഴും ഏത് കാര്യം കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നിരാശ വരുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങളെ അലട്ടുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്ത എന്താണ് എന്നൊക്കെ നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉത്തരം അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് അവർ അങ്ങനെ ഒരു കാര്യം എന്നെക്കുറിച്ചുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. അതായത് പറഞ്ഞു വരുന്നത്, നമ്മളെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാനും നമ്മൾക്ക് വേണ്ടി മാറ്റി വെക്കാനും കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. അത് നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന്, നമ്മളെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പവർ ഓഫ് സോളിറ്റ്യൂഡ് എന്ന ഒരു ആശയത്തെക്കുറിച്ച് ഒരുപാട് ബുക്സ് ഉണ്ട്, ഒരുപാട് പറയാനായിട്ടുള്ളത്. നമുക്കറിയാം, പല പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അല്ല എങ്കിൽ പല പല ആശയങ്ങൾ, വിപ്ലവാത്മകരമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ചിട്ടുള്ള പല മഹാന്മാരും നമ്മുടെ ചുറ്റിലുണ്ട്. ഇവരൊക്കെ എല്ലാവരുടെയും കൂടെ ഇരിക്കുമ്പോഴാണോ ഈ കണ്ടുപിടുത്തങ്ങൾ അല്ലെ ആശയങ്ങൾ അവരുടെ ഉള്ളിൽ ഉരുത്തിരിയുന്ന അല്ലെ രൂപപ്പെടുന്നത്? ഒരിക്കലുമല്ല. അവർക്ക് വേണ്ടി സമയം മാറ്റിവെച്ച്, അല്ല എങ്കിൽ തനിച്ചിരിക്കുമ്പോൾ അവരുടേതായ ആ ചിന്തകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തത്തിലേക്കാണെങ്കിലും അതിലേക്ക് ഫോക്കസ് ചെയ്ത് അവരുടേതായ ഒരു സമയത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നത്. നമ്മളുടെയൊക്കെ കാര്യത്തിലും നമുക്ക് വേണ്ടതും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സോളിറ്റ്യൂഡ് തന്നെയാണ്. നമുക്ക് വേണ്ടി ഒരല്പം സമയം മാറ്റിവെക്കുക, നമ്മളുടെ ചിന്തകൾക്ക് വേണ്ടിയിട്ട്. ആ ചിന്തകൾ നമ്മളെ എന്താണ്, ചിലപ്പോൾ അത് മനസ്സിനെ അലട്ടുന്ന ചിന്തകളായിരിക്കാം, ഉത്തരം കിട്ടാതെ മനസ്സിൽ വർഷങ്ങളായിട്ട് കിടക്കുന്ന കാര്യങ്ങളാവാം, ചിലപ്പോൾ ഒരുപാട് നമുക്ക് നിരാശ ഇപ്പോഴും മനസ്സിൽ കൊണ്ടുതരുന്ന ചിന്തകളാകും. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ തിരിച്ചറിയാൻ, അതിന് പരിഹാരം എന്തെന്ന് കണ്ടെത്താനൊക്കെയും ഈ ഒരു അല്പസമയം നമുക്ക് വേണ്ടി സ്വയം മറ്റുള്ളവരിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറ്റി വെക്കുന്നത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരീരത്തിന് ഭക്ഷണം എത്രത്തോളം അത്യാവശ്യമാണോ അത്രത്തോളം മനസ്സിനും ഈ പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു സമയം മാറ്റിവെക്കൽ അല്ലെങ്കിൽ സോളിറ്റ്യൂഡ് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ, നമ്മളെ ഒന്ന് തിരിച്ചറിയാനായിട്ട്, കൂടുതൽ മനസ്സിലാക്കാനായിട്ട്,
നമ്മളെ സഹായിക്കുന്ന ഒരു അത്യാവശ്യമായിട്ട് നമ്മുടെ ലൈഫിന് അത്ര വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരു വളരെയധികം സ്ട്രെസ്സുകൾ, റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും അല്ലെങ്കിൽ ഒരുപാട് ആകുലതകളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇതൊക്കെ എന്താണ് ഈ ആകുലതകൾ, അല്ലെങ്കിൽ ഇതിന് എന്താണ് പരിഹാരം എന്ന് കാണാൻ ഒന്നും നമുക്ക് നേരമില്ല അല്ലെ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഒന്നിന് പുറത്തായിട്ട് തന്നെ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള നമ്മളെ അധികമായിട്ട് വിഷമിപ്പിക്കുന്ന, മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ട്രാപ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആവും. അപ്പൊ ഇതൊക്കെയും ഇങ്ങനെ കുമിഞ്ഞുകൂടി നമ്മളുടെ ഉള്ളിൽ കിടക്കുകയാണ്, ഡംപ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനൊന്നും എന്താണ് ഈ പ്രശ്നങ്ങളെന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അത് എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് കഴിയും എന്ന് ചിന്തിക്കാനോ നമുക്ക് സമയവും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം നമ്മൾ കണ്ടെത്താൻ തയ്യാറാവുകയുമില്ല. അപ്പൊ ഇതിന്റെ ആ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും മാനസികമായിട്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഒന്നിനും സമയം മാറ്റി വെക്കാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആകെ ടയർഡാവും, എക്സോസ്റ്റ് ആവും, ആകെ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഈ മാനസികമായ ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ ശാരീരികമായിട്ടും ഒരുപാട് അസ്വസ്ഥതകൾ നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാൻ തയ്യാറാവും. ഇനി സമയം എത്ര മാറ്റിവെക്കണം, എന്നൊക്കെ മാറ്റിവെക്കണം, എന്നും വേണോ അതോ ആഴ്ചയിൽ ഒരു തവണ, എനിക്ക് ഒട്ടും ടൈം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആഴ്ചയിൽ ഒരു തവണ മതിയോ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങളാണ് ഇനി നമ്മളുടെ മനസ്സിലുണ്ടാവുക. ഇതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യങ്ങൾ അനുസരിച്ചും നമ്മളുടെ സമയക്രമത്തിനനുസരിച്ചും നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക, അല്ലെ സമയം കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണെന്ന് ഞാൻ പറയും. അപ്പൊ എന്നും നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങളുടേതായി, അല്ലെ എന്റേതെന്ന് പറയാൻ ഒരു സമയം മാറ്റി വെക്കാനായിട്ട് നമ്മൾ തയ്യാറാകാൻ നിങ്ങൾക്ക് അതിന് പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. എന്നും കുറച്ച് സമയം, ഒരു അരമണിക്കൂർ അല്ലെ 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് നിങ്ങളുടേതായ ചിന്തകളിലും ആശയങ്ങളിലും അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് കുറച്ച് ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമയക്രമം എന്നും മാറ്റിവെക്കാൻ തയ്യാറാവുക. അപ്പൊ ഈ കുറച്ച് ചില വ്യക്തികളോട് ഇങ്ങനെ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് മൊബൈലിൽ നോക്കി ഒരു 1/4 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ മൊബൈലിലെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ ഒരു അർത്ഥത്തിലല്ല നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയല്ല നമ്മളുടെ സമയം എന്ന് പറയുന്നത്. മൊബൈൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിനെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിവാക്കണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ചുമ്മാ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല. അതിനും ഈ സോളിറ്റ്യൂഡിന് ഒരു സ്ട്രക്ചർ വേണം. അതായത് എങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. അതിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മളുടെ ഗ്രോത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീരത്തിന്റെ മനസ്സിന്റെ ആരോഗ്യത്തിന് നമുക്ക് എക്സസൈസിന് വേണ്ടി സമയം മാറ്റിവെക്കാം, അല്ലെ. നമുക്ക് വേണ്ടി ഒരു ½ ആൻ അവർ നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ വലിയ വലിയ എക്സസൈസ് ചെയ്യാനായിട്ടൊന്നും സമയമില്ല, അല്ലെ അതിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു എക്സസൈസ്, ഒരു സ്ട്രെച്ചിങ് എക്സസൈസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ആദ്യം നിങ്ങൾക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. ഒരു ½ ആൻ അവർ ആണ് നിങ്ങൾ ഒരു ഡേയിൽ അല്ലെ ഒരു വീക്കിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ബാക്കി നമ്മൾ തീരുമാനിക്കേണ്ടതും ചോയ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമ്മളുടെ പേഴ്സണൽ ഡിസിഷനാണ്. അപ്പൊ എക്സസൈസിന് വേണ്ടി നമുക്ക് അതിൽ സമയം മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വളരെയധികം ഉപകാരപ്രദമുള്ള കാര്യമാണ് എന്തെങ്കിലും ഒന്ന് വായിക്കാൻ തയ്യാറാവുക എന്നുള്ളത്. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുമ്പോൾ നല്ല നല്ല ആശയങ്ങൾ തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ നല്ല മോട്ടിവേഷൻ തരുന്ന, അല്ലെങ്കിൽ മഹാന്മാരുടെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ നല്ല വായന എന്ന് പറയുന്ന ശീലം നമുക്കൊക്കെ ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒന്നാണല്ലേ. അപ്പൊ ആ ഒരു ശീലം നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ മടക്കി കൊണ്ടുവരാനായിട്ട് തയ്യാറാവും. 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റോ പറ്റുന്നുള്ളെങ്കിൽ ഒരു പേജോ വായിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ മതി. കുറച്ച് തത്വങ്ങൾ, അതായത് നമ്മളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് കുറെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ബുക്കാണ് വായിക്കുകയെങ്കിൽ അങ്ങനെ എന്താണോ നമുക്കിഷ്ടം ആ രീതിയിൽ ഒരു ബുക്ക് വായിക്കാനായിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ½ ആൻ അവർ അതിനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ എന്തായാലും നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ആ ബുക്ക് നിങ്ങൾ വായിച്ചതിന് ശേഷം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് ചിന്തിക്കാനൂടെ തയ്യാറായാലാണ് നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത്. വായിച്ചു അടച്ചു വെച്ചു അതുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല എങ്കിൽ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നേരെ മറിച്ച് വായിച്ചത് എന്താണ് എന്നൊന്ന് എനിക്ക് ഇത് വായിച്ചതിൽ നിന്ന് ഈ ബുക്കിന്റെ ഈ ഒരു പേജ് വായിച്ചതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും മനസ്സിലായി, എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും എൻ്റെ ലൈഫിൽ അല്ലെ എൻ്റെ ജീവിതത്തിൽ എടുക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങളുണ്ടോ എന്ന് ഒന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുക. ഇനി അതൊന്ന് എഴുതി വെക്കാനായിട്ട് തയ്യാറാവുമെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. കാരണം എഴുതുമ്പോൾ നമ്മൾ വീണ്ടും ചിന്തിച്ചിട്ടാണ് എഴുതുന്നത്, അല്ലെ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മനസ്സിൽ ആഴത്തിൽ അത് വേരൂന്നാനായിട്ട് അത് സഹായിക്കും. ഇനിയും നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ വെറുതെ മുറ്റത്തൂടെയൊക്കെ ഒന്ന് നടക്കാനായിട്ട് അല്ലെ പുറത്തേക്ക് ഇറങ്ങി നടക്കാനായിട്ട് വാക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ നേച്ചറുമായിട്ടൊന്ന് ഇണങ്ങാനായിട്ടുള്ള ഒരു സമയം അങ്ങനെ വേണമെങ്കിൽ മാറ്റിവെക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം
അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, എല്ലാ വ്യക്തികൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടല്ലേ. ചിലപ്പം വരയ്ക്കാൻ, ഡ്രോയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പെയിന്റിങ്. അപ്പൊ നമുക്ക് എന്താണോ ഇഷ്ടമുള്ള കാര്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കുക എന്നുള്ളതും വളരെയധികം നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റി കൂടുതൽ വർദ്ധിപ്പിച്ചെടുക്കാനും സഹായിക്കും. അതോടൊപ്പം നമ്മുടെ മനസ്സിന് നല്ല ഒരു സന്തോഷവും, അതോടൊപ്പം കുറച്ച് കോൺഫിഡൻസ് കൂട്ടും. എനിക്ക് ഇത്രയും കഴിവുണ്ട്, അല്ലെ ഈ ഒരു ഏരിയയിൽ എനിക്ക് ഇത്രയും കഴിവുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ഇനി ചിലർക്ക് ജേർണൽസ് എഴുതുന്ന ഇഷ്ടമായിരിക്കും. ജേർണൽസ് ഒക്കെ എഴുതുക എന്ന് പറയുന്നത്, അല്ലെ ഡയറി എഴുതുന്ന ശീലം പണ്ടൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ശീലം. ഇന്ന് നമുക്ക് സമയമില്ല, അല്ലെ സമയക്കുറവ് എന്നൊരു കാര്യം പറഞ്ഞ് നമ്മളൊക്കെ മാറ്റി വെക്കുന്ന ഒരു കാര്യമാണ്. വളരെയധികം നമുക്ക് ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യമാണ് ഈ ജേർണൽ എഴുതുക എന്നുള്ളത്. അതിന് നമുക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് നമ്മൾ ഈ ഡയറി എഴുതാനായിട്ട് തയ്യാറാകുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മളെ വല്ലാതെ അലട്ടുന്ന വിഷമതകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ദേഷ്യമോ അല്ലെങ്കിൽ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ പലരുടെ അടുത്ത് സാധിച്ചു എന്ന് വരില്ല, അല്ലെ ആ പറഞ്ഞ വ്യക്തികൾ, അല്ലെ നമ്മുടെ ആ വിഷമത്തിന് കാരണമായ ആളോട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് നമ്മൾ എഴുതുമ്പോൾ ആ ഒരു ഇമോഷൻ നമ്മൾ അവിടെ ആ എഴുത്തിലൂടെ വെന്റിലേറ്റ് ചെയ്യണം. ആ വേദന അല്ല, ആ വിഷമം അല്ലെ ആ ദേഷ്യം കുറയ്ക്കാനായിട്ട് ഈ ജേർണൽസ് എഴുതുന്നത് മൂലം സാധിക്കും. അതോടൊപ്പം സെൽഫ് റിഫ്ലക്ഷൻ ആണ്. നമ്മളുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നമ്മൾ എഴുതുന്ന ശീലം, അങ്ങനെയുള്ള ഓരോ ദിവസം വൈകുന്നേരം അന്നത്തെ കാര്യങ്ങൾ എഴുതുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ അന്നത്തെ ആ ദിവസം ഞാൻ എങ്ങനെ വിനിയോഗിച്ചു, എൻ്റെ സമയം എങ്ങനെ ചെലവഴിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാതിരുന്നിട്ടും ഞാൻ ചെയ്തില്ല എന്നൊക്കെ നമുക്ക് കൂടുതൽ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യണം, അല്ലേ. അതുപോലെ തന്നെ നമുക്ക് യോഗ ചെയ്യാനായിട്ട്, മെഡിറ്റേഷൻ, ഇനി പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണെങ്കിൽ അതിനുവേണ്ടി, പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ അതിനുവേണ്ടി, ഇങ്ങനെയൊക്കെ നമ്മളുടെ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന സമയത്തെ നമ്മളൊന്ന് ക്രമീകരിക്കാൻ തയ്യാറാവുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഒരു കാര്യമെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക, അതല്ല കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് കെയർ, നമ്മളെ ഒന്ന് കൂടുതൽ നല്ല രീതിയിലൊന്ന് ഒരുങ്ങി നടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മളെ ഒന്ന്, ഉദാഹരണം പറഞ്ഞ മുടിയൊക്കെ നരസാണ് ഒന്ന് ഡൈ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടവും ബഹുമാനവും ഒരു സ്നേഹവും ഒക്കെ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് ഈ മാറ്റിവെക്കുന്ന സമയം ഉപകരിക്കും. നമ്മളെപ്പോഴും നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ, അല്ലെ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സമയമാണ് ഈ സോളിറ്റ്യൂഡിൽ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ പ്രയോജനപ്രദമായിട്ട് വിനിയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സാകെ റിലാക്സ്ഡ് ആകും. നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു കരുതൽ, അല്ലെങ്കിൽ കൂടുതൽ തിരിച്ചറിവിന്റെ ഒരു നേരമായിട്ട് അത് മാറി വരാനായിട്ട്, അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒന്ന് വെറുതെ ഇരുന്ന് ചിന്തിച്ചു നോക്കുക, എന്താണ് ഞാൻ. ഒരു ബുക്കും പേനയുമായിട്ട്, അല്ലെങ്കിൽ ഒരു ഡയറിയും ഒരു പെന്നുമായിട്ട് ഇരിക്കുക. എന്നിട്ടൊന്ന് ഒന്ന് സെൽഫ് റിഫ്ലക്ഷന്റെ ഒരു ടൈമായിട്ട് വേണമെങ്കിൽ എപ്പോഴേലും സമയം മാറ്റി വെക്കുന്നതിൽ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കുക. നമ്മളതിനെ കൂടുതലും മനസ്സിലാകേണ്ടത് നമ്മളെ സഹായിക്കും. അതായത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം ഏതാണ്, നമ്മളോട് തന്നെ ചോദിക്കുക, എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം ഏതാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അതൊന്ന് എഴുതുക. അല്ല, എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്നത് എന്ത് കാര്യമാണ്, എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സാഹചര്യം എങ്ങനെ, ഈ ദേഷ്യം നിയന്ത്രിക്കാൻ എനിക്ക് ഏറ്റവും എഫക്റ്റീവ്, പലതരത്തിൽ നമുക്കറിയാം നമ്മളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ മാർഗങ്ങളുണ്ട്. പക്ഷെ അതിൽ തന്നെ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഏത് മാർഗമായിരിക്കും ഇണങ്ങുന്നത്, അല്ലെങ്കിൽ അത് ഇനി അടുത്ത തവണ അങ്ങനെ വരുമ്പോൾ, അല്ലെ ആരോടെങ്കിലും ദേഷ്യം തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യാനല്ല, നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി അവിടെ തിരുത്തലുകൾ വരുത്തേണ്ടത് എങ്ങനെയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് നമുക്കത് നമ്മളെ സഹായിക്കും. പലപ്പോഴും നമുക്ക് ഒരുപാട് സ്ട്രെസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് വിഷമതകളൊക്കെ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള, നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അത് വല്ലാതെ അഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ ഈ ഇമോഷൻസ് ഒക്കെ എവിടെയെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ നമ്മളെ ഈ അലട്ടുന്ന പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, നമ്മളുടെ ആ ഒരു വിഷമത കുറയ്ക്കാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത്. അത് മറ്റൊരാളിലേക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ ഷവർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ പരസ്പരമുള്ള റിലേഷൻഷിപ്പിന് അത് ഒരുപാട് അഫക്ട് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആവാം. അപ്പൊ നമുക്ക് വേണ്ടി കുറച്ച് സമയം ഇരുന്ന് ചിന്തിച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്താൻ തയ്യാറാവുമ്പോൾ മറ്റുള്ളവരുടെ നേരെ നമുക്ക് അങ്ങനെ ഒരു ഔട്ട് ബേസ്റ്റിന്റെ, പൊട്ടിത്തെറിക്കേണ്ട ഒരു ആവശ്യം പരമാവധി കുറയ്ക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. നമ്മളുടെ കൂടുതൽ ലൈഫ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിക്കാസോ പറഞ്ഞതുപോലെ, without great solitude, no serious work is possible. Be happy, be confident.